ഹലോ ഫ്രണ്ട്സ്, മംസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഞാനിന്നൊരു ഈവനിങ് വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സന്ധ്യയായി, വിളക്കൊക്കെ കത്തിച്ചു. സന്ധ്യ ആകുമ്പോൾ വിളക്കൊക്കെ കത്തിച്ച് ഒന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിന് നല്ലൊരു സമാധാനമാണ്. അപ്പോൾ നമ്മുടെ വീടും ഒക്കെ പരിസരമൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കിയിടുക. അപ്പോൾ ഒരു പോസിറ്റീവ് എനർജിയാണ് നമുക്കുണ്ടാവുക. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഇന്ന് വൈകുന്നേരത്തേക്കുള്ള ഭക്ഷണം ഉണ്ടാക്കുകയാണ്, രാത്രിക്കുള്ളത്. അപ്പോൾ ഇന്ന് ചെമ്മീൻ കൊണ്ടുള്ള ഒരു ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ സെപ്പറേറ്റ് ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. ചോറ് വേറെയും ചെമ്മീൻ മസാല വേറെ ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ചോറിനായിട്ട് ഞാൻ ആദ്യം തന്നെ അണ്ടിപ്പരിപ്പ് നമ്മൾ നെയ്യിലിട്ടിട്ട് ഒന്ന് വറുത്തെടുക്കുകയാണ്. അണ്ടിപ്പരിപ്പും മുന്തിരിയും ആദ്യം ഒന്ന് വറുത്തെടുക്കും. അപ്പോൾ കൂടുതൽ പാത്രങ്ങളൊന്നും എടുക്കാതെ നമുക്ക് ഇത് ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ്. നമുക്ക് ഒരുപാട് പാത്രങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അത്രയും പാത്രങ്ങൾ നമ്മൾ കഴുകിയും വൃത്തിയാക്കി വെക്കണ്ടേ. അപ്പോൾ കൂടുതലൊന്നും പാത്രങ്ങൾ എടുക്കാതെ നമ്മൾ ഒരു പാത്രത്തിൽ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുകയാണ്. അപ്പോൾ ഉള്ളിയൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം കുറച്ച് സവാള എടുത്തിട്ട് ഇതിലൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഉള്ളി സവാള എന്ന് മാറി മാറി പറയുന്നുണ്ടല്ലേ. അപ്പോൾ ചിലർക്ക് ഉള്ളി എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല, അതുകൊണ്ടാണ് അങ്ങനെ പറയണത് ഇടയ്ക്ക്. അപ്പോൾ വലിയ ഉള്ളിയാണ്. അപ്പോൾ അതൊന്ന് വഴറ്റിയെടുക്കണം. അത് ഈ ചോറിൽ ഇങ്ങനെ വെതറിയിടാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അതൊന്ന് വറുത്തെടുത്തു. പിന്നെ ആ എണ്ണയിൽ തന്നെയാണ് നമ്മൾ ബിരിയാണിക്ക് വേണ്ട മസാലകളൊക്കെ ചേർത്തത്. കറുവപ്പട്ട അങ്ങനെയുള്ള ഇതുണ്ടല്ലോ, സ്പൈസസൊക്കെ, അതൊക്കെ ഇട്ട് ഒന്ന് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് കുറച്ച് ഉള്ളി ചേർത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. നിറം മാറാൻ സമ്മതിക്കരുത്. നിറം മാറുന്നതിൻ്റെ മുമ്പ് തന്നെ നമുക്ക് വെള്ളം ഒഴിക്കണം. കാരണം നിറം മാറിക്കഴിഞ്ഞാൽ ആ ചോറിന് ആ കളറ് വരും, ചുവന്ന കളർ തന്നെ ആവും ചോറും. അപ്പോൾ ഇനി അതൊന്ന് തിളക്കട്ടെ. അതുവരെ നമുക്ക് വേറെ കാര്യങ്ങളൊക്കെ ചെയ്യാം. തിളച്ചതിന് ശേഷം വേണമല്ലോ അരി ഇടാൻ. അപ്പോൾ ഇതിന് മുമ്പേ നമുക്ക് വേറെ കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ ഇനി ചെമ്മീന് നമുക്കൊരു മസാല ഉണ്ടാക്കി വെക്കാം. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പിടാൻ ഒരിക്കലും മറക്കരുത്. ഉപ്പ് പാകത്തിനായിരിക്കണം. കുറച്ചൊന്ന് മുന്നിക്ക് നിന്നോട്ടെ. കാരണം അരിയിട്ടൊക്കെ ആയി വരുമ്പോൾ എങ്ങനെയായാലും ആ ചോറിന് പാകമായി വന്നോളും. കുറച്ച് അധികം ഇട്ട് വയ്ക്കണം ഉപ്പ്. ഇനി നമുക്ക് ചെമ്മീൻ മസാല ഉണ്ടാക്കാം. അതിനായി അത്യാവശ്യം 2-3 ഉള്ളി തന്നെ എടുക്കുക. എന്നിട്ട് നന്നായി വഴറ്റിയെടുക്കുക. 2-3 വലിയ ഉള്ളി തന്നെ എടുക്കണം, എങ്കിലേ മസാല നല്ലതുപോലെ ഉണ്ടാവുള്ളൂ. അപ്പോൾ നന്നായി ഒന്ന് വഴറ്റി നല്ലൊരു ചുവപ്പ് കളറൊക്കെ ആയി വല്ലാതെ ഒരു കുഴഞ്ഞ പരുവത്തിലായി എടുക്കുക. ചുവന്ന കളറായി എടുക്കുകയൊന്നും വേണ്ട. എന്നിട്ട് അരി കഴുകി നമുക്കിതിലേക്ക് ഇടാപ്പോഴേക്ക് ഈ ഉള്ളി ഒന്ന് വഴറ്റിയാകുമ്പോഴേക്കും വെള്ളം തിളച്ചിരുന്നു. അപ്പോൾ അതൊക്കെ അരി വിട്ട് കഴിഞ്ഞതിന് ശേഷം അടച്ചു വെച്ച ആ പണി ഇവിടെ കഴിഞ്ഞല്ലോ. അപ്പോഴേക്ക് ഇവിടെ ഉള്ളി വഴണ്ട് റെഡിയായി വരുന്നുണ്ട്. അപ്പോൾ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം, എന്നാലേ ആ എല്ലതും ഒരേപോലെ ആയി വരുള്ളൂ, ഉപ്പൊക്കെ. അപ്പോൾ ഇത് പച്ചമുളകാണ്. പച്ചമുളകൊന്ന് ചതച്ച് ചേർക്കുക. ഇനി ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും കൂടി കൂട്ടി ചതച്ച് ചേർത്താലും കുഴപ്പമില്ല. ഇതിൻ്റെത് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ പേസ്റ്റ് ആയതുകൊണ്ട് ഞാനത് അങ്ങനെയാണ് ഇടുന്നത്. പച്ചമുളക് മാത്രമേ ചതച്ചിട്ടുള്ളൂ. അപ്പോൾ ഞാനിതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇപ്പോൾ ഉണ്ടാക്കി വെക്കാറാണ്. എനിക്ക് നല്ലൊരു ഉപകാരമായിട്ട് തോന്നിയിട്ടുണ്ട്. ആദ്യം ഞാനിതൊന്നും ചെയ്യാറില്ലായിരുന്നു. അപ്പോൾ ഭയങ്കര പ്രയാസമായിരുന്നു. എന്തെങ്കിലും കുക്കിങ്ങൊക്കെ ചെയ്യുമ്പോൾ എന്തായാലും ഭയങ്കര പ്രയാസമാണ്. അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി വെച്ചപ്പോൾ അങ്ങനെ കേട് വരണമൊന്നുമില്ല. നമ്മൾ നല്ല ഈ സൺഫ്ലവർ ഓയിലോ അങ്ങനെ എന്തെങ്കിലും ഓയിൽ വേണം ഇത് ഉണ്ടാക്കാൻ, വെള്ളം തൊടിയിക്കരുത്. പിന്നെ പുതിന കറി ഇതുണ്ടല്ലോ, പുതിന, മല്ലിച്ചപ്പ് ഇതൊക്കെ ചേർത്തിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ പുതിനയും മല്ലിച്ചപ്പൊക്കെ അത്യാവശ്യം നല്ലോണം ഉണ്ട്. ഇനി ഇത്രയൊന്നും വേണ്ടെങ്കിൽ കുറച്ച് ഇട്ടാൽ മതി. ഇത് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ, അതുകൊണ്ട് ചേർത്തതാണ്. പിന്നെ മുളക് പൊടി ആവശ്യത്തിന് ചേർക്കണം, മല്ലിപ്പൊടി. അപ്പോൾ പച്ചമുളകിൻ്റെയൊക്കെ എരിവിൻ്റെയൊക്കെ നോക്കിയിട്ട് മതി മുളക് പൊടിയൊക്കെ ചേർക്കൽ. ഞങ്ങൾക്കിപ്പോൾ ഇത് കുറച്ച് എരിവ് കൂടിയായിരുന്നു. പച്ചമുളക് അത്യാവശ്യമൊക്കെ നല്ലോണം ചേർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ മുളക് പൊടിയും കൂടി ആയപ്പോഴേക്കും നല്ല എരിവായിരുന്നു.
പിന്നെ തക്കാളിയും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ മസാല ഇപ്പോൾ ഏകദേശമൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഈ തക്കാളി ഒന്ന് ഉടഞ്ഞ് ചേർന്ന് ഒന്ന് നല്ലൊരിതായി വരണം. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തതിന് ശേഷം വേണം മിക്സ് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ചെമ്മീനിട്ട് റെഡിയാക്കി കൊടുക്കാം. അപ്പോൾ ഉപ്പ് റെഡി ആയിരിക്കുന്നോന്ന് ഈ സമയം കൊണ്ട് വേണം നമ്മൾ നോക്കാൻ. ഉപ്പ് റെഡി ആയിട്ടില്ലെങ്കിൽ ആ ഒരു കറിക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അത് നല്ലതുപോലെ നോക്കുക നമ്മൾ. പിന്നെ ഞാൻ ചെമ്മീൻ കഴുകി വൃത്തിയാക്കി വെച്ചതായിരുന്നു, പിന്നെ ബോക്സിലാക്കി വെച്ചതാണ്. അപ്പോൾ അത് അങ്ങോട്ട് ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇതുപോലെ ചെമ്മീനൊക്കെ കിട്ടിയാൽ നേരത്തെ തന്നെ നമ്മളിതൊക്കെ ക്ലീൻ ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. പെട്ടെന്ന് നമുക്ക് കറികളൊക്കെ ഉണ്ടാക്കണമെങ്കിൽ എളുപ്പത്തിൽ ചെയ്യാമല്ലോ. പിന്നെ അതിലേക്ക് ഗരം മസാലയാണ് ചേർത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്നും നമ്മൾ ഈ ചോറും കറിയൊക്കെ കഴിക്കുമ്പോൾ ഇടയ്ക്ക് നമുക്ക് ഇതുപോലെയുള്ള മാറ്റങ്ങളൊക്കെ വരുത്തുമ്പോൾ കുട്ടികൾക്കും തന്നെ ഭയങ്കര ഇഷ്ടമാവും. അന്നത്തെ വൈകുന്നേരം ഭക്ഷണം കഴിക്കാനൊന്നും വിളിച്ച് കൂവേണ്ട ആവശ്യമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ വന്നോളും. മറ്റേത് ചോറും കറിയൊക്കെ എന്നും ഒരേപോലെ തന്നെ ആകുമ്പോൾ അവർ ഭക്ഷണം കഴിക്കാൻ വരാനും ഒക്കെ മടിയാണ് അവർക്ക്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഇടയ്ക്കൊക്കെ ഒരു മാറ്റങ്ങൾ വരുത്തുക. അപ്പോൾ അവർ ഭക്ഷണം കഴിക്കാനൊക്കെ നല്ല ഉഷാറാവും. അപ്പോൾ ഞാനിത് വറുത്ത് വെച്ച ഉള്ളി ഇതിലേക്ക് ചേർക്കുകയാണ്. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ വറുത്ത് വെച്ച ഉള്ളി ഇതിൽ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവറാണ്. ഇനി ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നതെങ്കിലും നമ്മളിതുപോലെ ഒന്ന് ചെയ്താൽ നല്ല അടിപൊളിയായിരിക്കും. അപ്പോൾ എല്ലാവരും നല്ല സന്തോഷത്തോടുകൂടി കഴിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഐറ്റം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഈ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്